സിറിഞ്ചിൽ നിന്ന് മരുന്ന് ദേഹത്തേക്ക് കുത്തിവെക്കുമ്പോൾ അവൾ ലഹരിയോടെ താഴേക്ക് ഊർന്നിരുന്നു. കണ്ണുകൾ അടയുമ്പോഴും അനന്തന്റെ ചിരിക്കുന്ന മുഖമായിരുന്നു. കുറച്ചു സമയത്തെ മയക്കത്തിന് ശേഷം അവൾ കണ്ണുകൾ തുറന്നു. കുറച്ചു ദിവസമായി അവളുടെ ചെയ്തികളെല്ലാം ഭ്രാന്തമായി മാറിയിരിക്കുന്നു. ആരും തന്റെ മാറ്റം അറിയാതിരിക്കാൻ അവൾ ശ്രമിച്ചു. ആരും തന്നെ സഹായിക്കില്ല. വിവാഹം കഴിഞ്ഞ ഒരാളെ സ്വന്തമാക്കാൻ ആര് സഹായിക്കും? കണ്ണുകൾ ഇറുക്കി മൂടുമ്പോൾ അമ്പലത്തിൽ വെച്ച് നിറഞ്ഞു ചുവന്ന കണ്ണുകൾ അവൾക്ക് മുന്നിൽ തെളിഞ്ഞു. അവൾ പുഞ്ചിരിയോടെ കണ്ണുകൾ തുറന്നു. ദേവ് മാഷ്. മിതി വേഗം തന്റെ ഫോൺ എടുത്തു. സ്കൂളിൽ എത്തിയിട്ടും ഭദ്ര അസ്വസ്ഥമായിരുന്നു. ആനന്ദിനെക്കുറിച്ച് പലരും ചിരിയോടെ അന്വേഷിച്ചു. പുഞ്ചിരിയോടെ മറുപടി നൽകുമ്പോഴും അവളുടെ ഉള്ളിൽ എന്തോ പേടി വന്നു. ആനന്ദനോട് ഈ സമയം വരെയും അതേക്കുറിച്ച് ചോദിച്ചില്ല. അനന്തേട്ടൻ തന്നെയാണെന്ന് ഉറപ്പാണ്. പിന്നെ എന്തുകൊണ്ട് തന്നോട് ഒന്നും പറഞ്ഞില്ല? ഇപ്പോഴാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അന്ന് താൻ അനുഭവിച്ചത് ആർക്കും അറിയില്ല. അനന്തേട്ടനോടൊപ്പം ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വീണ്ടും എന്തെങ്കിലും സംഭവിച്ചാൽ? കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഭദ്രയെല്ലാം മറന്നിരുന്നു. മഹാദേവൻ കൈവിടില്ലെന്ന് ഉറപ്പാണ്. വൈകിട്ട് ഭദ്രയെ കൂട്ടാൻ അനന്തൻ ബുള്ളറ്റിൽ വന്നിരുന്നു. ഭദ്ര എല്ലാവർക്കും ഒരു ചെറിയ പുഞ്ചിരി നൽകി അനന്തന്റെ പുറകിൽ കയറി. കയറ്റി വെച്ച ഉണ്ടമുഖം കണ്ടപ്പോഴേ അനന്തന് കാര്യം മനസ്സിലായി. നിന്റെ അച്ഛനെ കാണാൻ പോവണ്ടേ? അനന്തൻ മിററിലൂടെ അവളെ നോക്കി. പൂച്ചിക്കുന്നുണ്ട് പെണ്ണ്. ഡി, നിന്നോടാ. കിളവനെ കാണാൻ പോവണ്ടേ? എന്തിന്? നിങ്ങളെ നിന്നെ തല്ലിയിട്ടേച്ച് പിന്നെ ഞാൻ കാണാൻ പോവുന്നേ. ഓ, അപ്പോൾ അതാണോ കാര്യം? നിന്റെ തന്തയെ ഞാൻ തല്ലിയത്. അപ്പോഴേക്കും മേലെടുത്ത് എത്തിയിരുന്നു. തന്തയെ തല്ലിയതിനല്ല, കുടുങ്ങിക്കിടന്ന ബാഗ് വലിച്ചെടുത്ത് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടവൾ ഉള്ളിലേക്ക് കയറി. പിന്നെ എന്തിനാ? അവൻ ഉറക്കി ചോദിച്ചിട്ടും അവൾ കേൾക്കാത്ത മട്ടിൽ നടന്നു. ഭദ്രയ്ക്ക് ദേഷ്യം വന്നിരുന്നു. ഈ കാലമാടൻ ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അങ്ങേരില്ലാതെ എനിക്ക് പറ്റില്ലെന്ന്? അവൾ ബാഗ് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ് തോർത്തുമെടുത്ത് കുളിക്കാൻ കയറി. അനന്തൻ ബുള്ളറ്റ് പോർച്ചിൽ കയറ്റി റൂമിലേക്ക് ചെന്നു. ബാത്റൂമിൽ നിന്നും വെള്ളത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ തിരിച്ചിറങ്ങി. ജാനുമ്മ ഡൈനിങ് ടേബിളിൽ 2 കപ്പ് ചായ കൊണ്ടുവച്ച് പുഞ്ചിരിച്ചു. മോളെവിടെ? കുളിക്ക. താ, ഞാൻ കൊടുക്കാം. അവൻ 2 കപ്പും വാങ്ങി മുകളിലേക്ക് നടന്നു. അനന്തൻ റൂമിലെത്തിയപ്പോൾ ഭദ്ര കുളി കഴിഞ്ഞ് ഇറങ്ങിയിരുന്നു. ബ്ലൗസും അടിപ്പാവടയും ധരിച്ച് അലമാരയിൽ നിന്ന് സാരി തപ്പുകയാണ്. തലമുടി തോർത്തുകൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട്. അനന്തൻ കപ്പ് 2 മേശമേൽ വെച്ചു. ശബ്ദം കേട്ട് ഭദ്ര തിരിഞ്ഞു. എനിക്ക് ഡ്രസ്സ് മാറണം, പുറത്തു പോ, ഭദ്ര പറഞ്ഞു. പിന്നെ ഞാൻ കാണാത്തതല്ലേ? അനന്തൻ ചുണ്ടുകൂട്ടി. ഭദ്രയുടെ കലിപ്പ് ആവിയായി. അവൾക്ക് ചിരി വന്നെങ്കിലും ചിരിക്കാതെ തിരിഞ്ഞു നിന്ന് സാരി തിരിഞ്ഞു. പിന്നിൽ അനന്തന്റെ സാമീപ്യം അറിഞ്ഞതും അവൾ തിരിയാൻ ഒരു ശ്രമം നടത്തി. അപ്പോഴേക്കും അടുപ്പിലൂടെ കൈകൾ മുറുകി. അവൻ അവളുടെ തോളിൽ ചുംബിച്ച് മുഖം അമർത്തി. പറ ദേവൂട്ടി, എന്താ നിന്റെ പ്രശ്നം? സൗമ്യമായിരുന്നു അവന്റെ ചോദ്യം. അവൾ ഒന്നും മിണ്ടിയില്ല. പറ. ഇടുപ്പിൽ വിരലുകൾ ഇക്കിളി കൂട്ടിയതും ഭദ്ര പെട്ടെന്ന് തിരിഞ്ഞു. അവൾ തലതാഴ്ത്തി നിന്നു. അനന്തൻ താടി പിടിച്ച് മുഖം ഉയർത്തി. ഉണ്ടക്കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിന്റെ തന്തയെ തല്ലിയതിനാണോ? ആണെങ്കിൽ നീ ഇവിടെ ഇരുന്ന് കരയേയുള്ളൂ. ഞാൻ സമാധാനിപ്പിക്കാൻ വരുമെന്ന് കരുതണ്ട. അയാൾ ചത്താലും ജീവിച്ചാലും എനിക്കെന്താ? പിന്നെ എന്താ നിന്റെ പ്രശ്നം? അനന്തേട്ടൻ. അനന്തേട്ടൻ എന്റെ പ്രശ്നം? എന്തിനാ ഇതൊക്കെ? അന്ന് നിങ്ങൾ ജയിലിൽ പോയപ്പോൾ ഞാൻ അനുഭവിച്ചത്. അത് പറഞ്ഞാൽ അനന്തേട്ടന് മനസ്സിലാവോ? ഇനിയും എനിക്ക് വയ്യ. ഇപ്പോഴാ ഒന്ന് ജീവിച്ചു തുടങ്ങുന്നേ. ഇനിയും എന്നെ വിട്ട്. അപ്പോഴേക്കും അനന്തൻ അവളുടെ ചുണ്ടുകളിൽ വിരൽ വെച്ചു. നീ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ഞാനെങ്ങും പോവില്ല. നീ പോവാൻ പറഞ്ഞാൽ പോലും നിന്നെ വിട്ട് പോവാൻ അനന്തന് ഇനി പറ്റില്ല. അവൻ അവളെ നെഞ്ചിലേക്ക് ഇറുക്കി ചേർത്തു. നമ്മുടെ ചന്ദിരൻ സോപ്പിന് ഇത്ര മണമുണ്ടോ? ഛേ. ഭദ്ര അവനെ തള്ളിമാറ്റി. പിന്നിലേക്ക് ആഞ്ഞുപോയ അനന്തൻ ചിരിയോടെ മീശ പിരിച്ചു. രാത്രി ഞാൻ എടുത്തോളാം. അവൻ ഒരു കപ്പ് ചായ എടുത്ത് പുറത്തേക്കിറങ്ങി. ഭദ്രയുടെ കവിളുകൾ ചുവന്നിരുന്നു. അവൾ പുഞ്ചിരിയോടെ സാരി ഉടുത്തു. രാത്രിയിൽ അവളിലേക്ക് പ്രണയത്തോടെ അലിഞ്ഞു ചേർന്നിട്ടും പെണ്ണിന്റെ നോട്ടം വീണ്ടും കൊതി കൂട്ടുന്നു. പിന്നെയും അവളിലേക്ക് അവൻ ചേർന്നു. അനന്തൻ കിതപ്പോടെ മലർന്നിടന്ന് അവളെ നോക്കി. കിതയ്ക്കുന്നുണ്ട്. അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് കൈകൾ കൊണ്ട് ഇറുകെ പുണർന്നു. എന്തോ ഒരിത്. ഭദ്ര നെറ്റി ചുളിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖമർത്തി. അത് 2 തവണ ആയതുകൊണ്ടാ. ഛേ, അതല്ല, മനസ്സിന് എന്തോ ഒരിത്. എന്ത്? അനന്തൻ ചോദിച്ചതും ആരോ അവനെ തട്ടി വിളിച്ചു. അവൻ കണ്ണുകൾ ഇറുക്കെ തുറന്നു. ഇവിടെയാണോ അനന്തേട്ടാ? വിഷ്ണു ചോദിക്കുന്നതിന് അവൻ ഗൗരവത്തോടെ തലയാട്ടി. അനന്തൻ പുച്ഛത്തോടെ ചിരിച്ചു. വിഷ്ണു അനന്തന്റെ മുഖത്തേക്ക് നോക്കി. 2 വർഷം കൊണ്ട് അനന്തേട്ടനാകെ കോലം കെട്ടിരിക്കുന്നു. തടി വളരെ കുറഞ്ഞു. വിഷ്ണു കാർ നിർത്തിയ കോളേജിലേക്ക് നോക്കി. അനന്തൻ ഇറങ്ങി. ആരോ ഫോൺ ചെയ്യുന്നുണ്ട്. വിഷ്ണു ഇറങ്ങി. മഹാദേവ, എത്രയും വേഗം ഭദ്ര ചേച്ചിയെ കിട്ടണേ. 2 കൊല്ലമായി ചേച്ചി പോയിട്ട്. വിഷ്ണു കോളേജിലേക്ക് പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ആനന്ദനെ നോക്കി മനസ്സിൽ പ്രാർത്ഥിച്ചു. എല്ലാം സ്വപ്നമാണ്. എന്നും ഓർക്കുന്ന മധുരമുള്ള സ്വപ്നം. ആ സ്വപ്നങ്ങളിലാണ് താനിന്ന് ജീവിക്കുന്നത് പോലും. എന്നുമുള്ള അന്വേഷണങ്ങളിൽ എന്നും പ്രതീക്ഷയുണ്ട്.
എവിടെയെങ്കിലും അവളുണ്ടാവും. ഉള്ളിൽ വാശിയുണ്ടെങ്കിലും താൻ വരുന്നെന്ന് പ്രതീക്ഷിച്ച് അവൾ കാത്തിരിക്കുന്നുണ്ടാവും. കോളേജിലേക്ക് പ്രതീക്ഷയോടെ നിൽക്കുന്ന ആനന്ദിന്റെ മുഖം പെട്ടെന്ന് പ്രകാശിച്ചു. അനന്തനെ കണ്ടതും ഭവ്യ ഞെട്ടിനിന്നു. അവളുടെ അടുത്തേക്ക് അനന്തൻ വേഗത്തിൽ നടന്നു. "അനന്തേട്ടൻ എന്താ ഇവിടെ?" ഭവ്യ ചോദിച്ചു. "നിനക്കറിയില്ലേ ഞാനെന്തിനാ വന്നതെന്ന്?" "എന്തിനാ എല്ലാം അറിഞ്ഞിട്ട് നീയും അവൾ എവിടെയാണെന്ന് പറഞ്ഞൂടെ?" "എനിക്കൊരു തെറ്റ് പറ്റി. പക്ഷെ അതിന്..." "എനിക്കറിയില്ല അനന്തേട്ടാ." അവൾ മുഖം താഴ്ത്തി. "അന്ന് നീ പറഞ്ഞിരുന്നു ഞാൻ സ്വന്തം ഏട്ടനാണെന്ന്. പക്ഷേ അതിപ്പോഴും അങ്ങനെ തന്നെയാ. ഏട്ടനില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ പഠിക്കില്ലായിരുന്നു." ഇപ്പോഴും തളർന്നു കിടക്കുന്ന ശാകേഷേട്ടനെ നോക്കി അമ്മായിയുടെ വഴക്കും കേട്ട് ഭവ്യ കണ്ണീർ തുടച്ചു. "ഏട്ടൻ എൻ്റെ ദൈവം തന്നെയാ." അനന്തൻ ഒന്ന് പുച്ഛിച്ചു. "പക്ഷേ ചേച്ചി, സ്നേഹത്തിനേക്കാളും മുകളിൽ ഒന്നേയുള്ളൂ, വിശ്വാസം. അതില്ലെങ്കിൽ ഞാൻ എൻ്റെ ഭദ്രയെ സംശയിച്ചെന്നാണോ നീ പറയുന്നേ?" "അല്ല, പക്ഷെ ഒരിക്കലെങ്കിലും ചേച്ചിയെല്ലാം അറിയിക്കാമായിരുന്നു." "അവൾ എവിടെയുണ്ട്? ഇനിയും എന്തിനാ ഒളിക്കുന്നേ? നീ പറഞ്ഞില്ലെങ്കിലും എനിക്ക് മറ്റൊരു കാര്യം അറിയണം." ഭവ്യ അവനെ സംശയത്തോടെ നോക്കി. "നിനക്കറിയില്ലെന്ന് മാത്രം പറയരുത്. എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ?" അനന്തന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഭവ്യ മറുപടിയൊന്നും പറയാതെ വീണ്ടും തലതാഴ്ത്തി തന്നെ നിന്നു. അനന്തൻ അവളെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. "അവൾ എന്തെങ്കിലും പറഞ്ഞോ അനന്തേട്ടാ?" അവനില്ലെന്ന് തലയാട്ടി. "അഭി, വണ്ടിയെടുക്ക്." "ഹരി ഇവളുടെ കൂടെ തന്നെയാണോ നീ ഭദ്രയെ കണ്ടത്?" "അതെ അനന്തേട്ടാ." അവൻ മൂളിക്കൊണ്ട് സീറ്റിൽ ചാരി കണ്ണടച്ച് കിടന്നു. "ശരിക്കും ഭദ്ര ചേച്ചിയായിട്ട് അനന്തേട്ടന് എന്താ പ്രശ്നം?" ഹരി വിഷ്ണുവിന്റെ ചെവിമേലെ ചോദിച്ചു. "ആഹാ, ബെസ്റ്റ്. മംഗലാപുരത്തെ വലിയ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ലേ?" "പറഞ്ഞു. ഭദ്രേച്ചി പോയെന്ന് വേറെയൊന്നും അറിയില്ല. അപ്പോ മുതൽ അന്വേഷിക്കാത്ത സ്ഥലമില്ല." അവർ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. ഈ അനന്തേട്ടന് പുറത്ത് മാത്രമേ കലിപ്പുള്ളൂ. ഭദ്രയുടെ അടുത്ത് കാമദേവനാ. വിഷ്ണു ശബ്ദം താഴ്ത്തി പറഞ്ഞതും ഹരിയും അവനും ചിരിച്ചു. കണ്ണടച്ച് കിടക്കുന്ന അനന്തന്റെ ചുണ്ടിലും അത് കേട്ട് ഒരു ചിരി വിരിഞ്ഞു. "ശരിക്കും എന്തായിരുന്നു പ്രശ്നം? അവൾ എന്തിന് എന്നെ വിട്ടുപോയി?" "ഭദ്രയെ സംശയിക്കണമെങ്കിൽ അനന്തൻ ഇല്ലാതാവണം." അവൻ കണ്ണുകൾ അടച്ച് വളരെ സന്തോഷത്തോടെ 1 മാസം കഴിഞ്ഞുപോയി. എന്നാണ് തങ്ങളുടെ ജീവിതത്തിൽ കരിനിഴൽ വീണത്. അന്ന് ഭവ്യ വന്ന അടുത്ത ദിവസം അവന്റെ ഓർമ്മകൾ അങ്ങോട്ടോടി. പതിവ് പോലെ അന്ന് രാത്രിയും അവളെ ഇറുകെ പുണർന്നു കിടന്നു. പെട്ടെന്നാണ് കോളിംഗ് ബെൽ അടിച്ചത്. ഭദ്ര മെല്ലെ കണ്ണുകൾ തുറന്നു. "അനന്തേട്ടാ." അവൻ ഉറക്കച്ചടവോടെ എഴുന്നേറ്റു. "എന്താടി?" "ആരോ വന്നിട്ടുണ്ട്. ബെല്ലടിക്കുന്ന കേട്ടോ?" "ആര്?" "അതെനിക്ക് എങ്ങനെ അറിയാം? പോയി നോക്ക്." "കോപ്പ്." അനന്തൻ പിറുപിറുത്തുകൊണ്ട് മുണ്ട് മുറുക്കിയെടുത്ത് ഹാളിലേക്ക് ചെന്നു. പുറകെ ഭദ്രയും. അവൻ ഡോർ തുറന്നതും കരഞ്ഞുകൊണ്ട് ബാഗും കൈപിടിച്ച് നിൽക്കുന്ന ഭവ്യയാണ് കണ്ടത്. "മോളെ." ഭദ്ര വിളിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് ഓടിവന്ന് ഭദ്രയെ ഇറുകെ പുണർന്നു. ഭദ്രയും അനന്തനും സംശയത്തോടെ പരസ്പരം നോക്കി. ഭദ്ര ഒരുപാട് ചോദിച്ചിട്ടും ഭവ്യ കരഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അനന്തൻ അവളെ റൂമിലേക്ക് കൊണ്ടുപോവാൻ പറഞ്ഞു. ഭദ്ര ഭവ്യയെ കൂട്ടി മുറിയിലേക്ക് നടന്നു. അവൻ ഹാളിൽ തന്നെ ഇരുന്നു. കാര്യം എന്താണെന്ന് അറിയാതെ അവനും ചെറിയ ടെൻഷൻ തോന്നിയിരുന്നു. പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഭദ്ര ഇറങ്ങി വന്നത്. അവൾ ഡോർ ശബ്ദമുണ്ടാക്കാതെ ചാരി താഴേക്ക് ചെന്നു. സോഫയിൽ TV കണ്ടു കിടക്കുന്ന അനന്തന്റെ അരികിലിരുന്നു. അവൾ വന്നെന്നറിഞ്ഞതും അവൻ എഴുന്നേറ്റിരുന്നു. ഭദ്രയുടെ മുഖം കരഞ്ഞു ചുവന്നിരുന്നു. "എന്തു പറ്റി?" അനന്തൻ അവളുടെ കവിളിൽ കൈ ചേർത്തു. "ഭവ്യ." ഭവ്യയെ ശാകേഷ് ചതിക്കുകയായിരുന്നു. അവളെ പ്രഗ്നന്റാക്കി അബോർഷൻ ചെയ്യിപ്പിച്ചു. വേറൊരു പെൺകുട്ടിയുമായി അവന് ബന്ധമുണ്ടായിരുന്നു. ഇതറിഞ്ഞ് ഭവ്യ അവനുമായുള്ള എല്ലാം അവസാനിപ്പിച്ചു. ബാംഗ്ലൂരുള്ള കോളേജിൽ അവൾക്ക് അഡ്മിഷനും കിട്ടി. അപ്പോഴാ ഈ ആക്സിഡന്റ്. ഇപ്പോ അമ്മായി പറയാ അവളോട് പോവരുതെന്ന്. ശാകേഷിനെ കെട്ടി അവനെ നോക്കി അവിടെ നിന്നാൽ മതിയെന്ന്. അവനാണെങ്കിൽ കിടപ്പിൽ തന്നെയാ എല്ലാം. ഭദ്ര കാര്യങ്ങൾ പറഞ്ഞതും അവൻ വിശ്വാസം വരാതെ അവളെ നോക്കി. "ഇതൊക്കെ എനിക്ക് മുമ്പേ സംശയമുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ടും അവൾ വിശ്വസിച്ചില്ല. അതും അവന്റെ ചതിയാ." ഭദ്ര കണ്ണീർ തുടച്ചു. ആനന്ദൻ ഒന്ന് നെടുവീർപ്പിട്ടു. "ഇനി അടുത്തതെന്താ?" "അവളെ കോളേജിൽ ചേർക്കണം. നാളെ തന്നെ." "നാളെ തന്നെ. വേണമെങ്കിൽ ഇപ്പൊ തന്നെ പുറപ്പെടണം. പുലർച്ചെ അങ്ങോട്ട് ട്രെയിനുണ്ടെന്നാ അവൾ പറഞ്ഞത്." "എന്നാൽ നീ അവളുടെ കൂടെ കിടന്നോ." ഭദ്ര അനന്തനെ ഒന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് പോയി. പുലർച്ചെ തന്നെ ഭവ്യ അനന്തനും റെഡിയായി. ഇരുവരും പടിയിറങ്ങുന്നതും നോക്കി ഭദ്ര നിന്നു. അനന്തന് മനസ്സിൽ എന്തോ വിഷമം. ഭദ്രയെ തനിച്ചാക്കി പോകുന്നതിൽ അവളെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല. എന്തോ ഗേറ്റിൽ നിന്ന് കൈ കാണിക്കുന്നവളെ അനന്തൻ കാറിൽ നിന്ന് എത്തി നോക്കിക്കൊണ്ടിരുന്നു. ഭവ്യ ഇത് കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. "അനന്തേട്ടൻ പോയിട്ട് വിളിച്ചിരുന്നു. എത്തിയില്ലെന്ന് പറഞ്ഞു." ഭദ്രയ്ക്ക് എന്തോ മനസ്സിനും ശരീരത്തിനും ഒരു സുഖമില്ല. കഴിക്കുന്നതൊന്നും പിടിക്കുന്നില്ല. ഗ്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് അവൾക്ക് ഓക്കാനം വന്നു. ഭദ്ര വേഗം വായ പൊത്തിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. കുട്ടികൾ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. അവൾ വേഗം വായ തുടച്ച് ക്ലാസ്സിൽ കയറി. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയതും അഖിൽ നിൽക്കുന്ന കണ്ടു.
സാധാരണ അനന്തേട്ടനെ വരാറ്. ഇതിപ്പോൾ ആള് പോയതുകൊണ്ട്. ഭദ്ര ഓട്ടോയിൽ കയറാൻ തുടങ്ങിയതും തല ചുറ്റുന്ന പോലെ തോന്നി. അവൾ പിന്നിലേക്ക് വീഴാനാഞ്ഞതും ദേവമാഷ് അവളെ താങ്ങിപ്പിടിച്ചു. ഭദ്ര ബോധം മറിഞ്ഞ് വീണിരുന്നു. അയ്യോ ചേച്ചി, താൻ വേഗം ഓട്ടോ എടുക്ക്, ദേവമാഷ് പറഞ്ഞപ്പോൾ അഖിൽ വേഗം ഓട്ടോ എടുത്തു. ഭദ്രയെ ദേവ് മടിയിൽ അവന് വളരെ സന്തോഷം തോന്നി. ഒരുപക്ഷെ താനും ഇതിലും വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് അവൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ മേലെടുത്ത് ഹോസ്പിറ്റൽ കാണിക്കാതെ ടൗണിലുള്ള ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറുടെ അടുത്തേക്കായിരുന്നു ഭദ്രയെ കൊണ്ടുപോയത്. ഭദ്രയെ താങ്ങിപ്പിടിച്ചു അഖിലും ദേവും ഡോക്ടറുടെ റൂമിൽ കയറി. ഒരാൾ മതിയെന്ന് പറഞ്ഞപ്പോൾ അഖിൽ പുറത്തേക്കിറങ്ങി. ഭദ്രയെ പരിശോധിച്ച ശേഷം ചിരിച്ച മുഖത്തോടെയായിരുന്നു ഡോക്ടർ വന്നത്. ഹസ്ബൻഡ് അല്ലേ? അല്ല, കൂടെ വർക്ക് ചെയ്യുന്നതാ. ഓ, പേടിക്കാനൊന്നുമില്ല, ഷീ ഈസ് പ്രഗ്നന്റ്. ഓ, ഞങ്ങൾ പേടിച്ചുപോയി. ദേവിന് സന്തോഷം അടക്കാനായില്ല. ഉള്ളിലുണ്ട്. തൽക്കാലം ഞാൻ കുറച്ച് വിറ്റാമിൻ ടാബ്ലറ്റ്സ് എഴുതിയിട്ടുണ്ട്. ഡോക്ടർ ഉള്ളിലേക്ക് പോയതും ദേവ് വേഗം ഫോണെടുത്ത് മിഥിലയ്ക്ക് കോൾ ചെയ്തു. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആനന്ദം വരുമ്പോൾ ആദ്യം നിന്നെ കാണണം, ദേവ് പറഞ്ഞ് ഫോൺ കട്ടാക്കി. ഡോക്ടറുടെ കൂടെ ഭദ്ര ഇറങ്ങി വന്നു. അവളുടെ മുഖം താഴ്ന്നിരുന്നു. ദേവ് ഡോക്ടറോട് പറഞ്ഞ് ഭദ്രയും കൂട്ടി ഇറങ്ങി. ആനന്ദം വന്നിട്ട് ഒന്നുകൂടെ വന്ന് ഡോക്ടറെ കാണണം. ഭദ്ര പുഞ്ചിരിയോടെ തലയാട്ടി. അവളുടെ സന്തോഷം കണ്ടപ്പോൾ ദേവിന് സഹതാപം തോന്നി. അധികം നാൾ നീണ്ടു നിൽക്കില്ല നിന്റെ ഈ സന്തോഷം. ഭദ്ര ആനന്ദനെ വിളിച്ചു. എപ്പോൾ വരുമെന്ന് അറിയാനായി. എന്നാൽ ഭവ്യ ഹോസ്റ്റലിൽ ചേർത്തിട്ട് നാളെ മടങ്ങാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് നിരാശ തോന്നി. രാത്രി ജാനുമ്മയും പാറുവും വന്നിരുന്നു. ജാനുവും ഒരു കുഴപ്പം കൂടാതെ മിണ്ടുന്നുണ്ടെങ്കിലും പാറു അങ്ങോട്ട് അടുക്കുന്നില്ല. ഒരു ശത്രുവിനെ പോലെ നോക്കിക്കാണുന്നു. ഭദ്രയ്ക്ക് അത് വളരെ വിഷമം തോന്നി. ആനന്ദൻ നാട്ടിലെത്തിയപ്പോൾ മുതൽ മിഥില വിളിക്കുന്നതാണ് അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ്. വീട്ടിലെത്തിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടും അവൾ സമ്മതിച്ചില്ല. ഒടുവിൽ ആനന്ദൻ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ആനന്ദനെ കണ്ടതും അവളുടെ മുഖം തിളങ്ങിയെങ്കിലും അവസരത്തിനൊത്ത ദുഃഖം അവൾ അഭിനയിച്ചു. എന്താ നീ അത്യാവശ്യമായി വരാൻ പറഞ്ഞേ? അത് ആനന്ദേട്ട. അവൾ വെക്കുന്നത് കണ്ട് ആനന്ദന്റെ നെറ്റി ചൊളിഞ്ഞു. എന്താ മിഥി, എന്തായാലും പ്രശ്നമുണ്ടോ? ഉണ്ട്. എന്താ? അത് ആനന്ദേട്ടൻ അന്ന് ആക്സിഡൻ്റായി ഹോസ്പിറ്റൽ ചെക്കപ്പിന് വന്നപ്പോൾ അതല്ല ആനന്ദേട്ട, എനിക്ക് സംശയം തോന്നിയിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ സംശയം ഉറപ്പായി. പക്ഷെ ഞാനിത് എങ്ങനെ പറയും? നീ എന്തൊക്കെയോ പറയുന്നേ, എന്താണേലും തെളിയിച്ചു പറ. അത് ചികിത്സിച്ചാൽ ശരിയാവും. മിഥി, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. മിഥി കയ്യിൽ പിടിച്ച പേപ്പർ അവന് നീട്ടി. ആനന്ദൻ അത് വായിച്ചു നോക്കിയിട്ട് അവളെ നോക്കി. എന്താ ഇത്? അത് പിന്നെ ആനന്ദേട്ടന് കുട്ടികൾ ഉണ്ടാവില്ല. മിഥി മുഖം താഴ്ത്തി. ആനന്ദൻ ഞെട്ടലോടെ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. നീ എന്താ പറയുന്നേ? സത്യം, ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടും എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ മറ്റൊരു ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് കൊടുത്തിരുന്നു. അവിടെന്നും ഈ അടുത്ത റിസൾട്ട് കിട്ടിയത്. അതാ ഞാൻ ഉടനെ തന്നെ പറഞ്ഞത്. പക്ഷെ അതൊക്കെ നടന്നിട്ട് 1 മാസം കഴിഞ്ഞില്ലേ? എന്നിട്ട് എന്താ ഇപ്പോൾ? അത് ഞാൻ ഉറപ്പുവരുത്താൻ മറ്റൊരു ഹോസ്പിറ്റലിൽ കൂടെ. മതി, അവൻ കൈയുയർത്തി തടഞ്ഞു. നമുക്ക് വേറെ 2 ഹോസ്പിറ്റലിൽ കൂടി പോയി നോക്കാം. ആനന്ദൻ അത് കേൾക്കാതെ പുറത്തേക്ക് നടന്നു. കാണുന്നവർ എല്ലാവരും ചോദിക്കും, കുഞ്ഞ് അനന്തനും ഭദ്രയോ വരാറായോ എന്ന്. അപ്പോഴേക്കും നാണത്തോടെ അവൾ തന്നെ നോക്കും. ആനന്ദന് കാലുകൾ ഉറയ്ക്കുന്നില്ല. കാറിലിരിക്കുമ്പോഴും ഭദ്രയെക്കുറിച്ചായിരുന്നു അവൻ്റെ ചിന്ത. എല്ലാം അറിയുമ്പോൾ അവൾ തൻ്റെ കൂടെ നിൽക്കും, ചികിത്സിക്കാൻ പ്രേരിപ്പിക്കും. പക്ഷെ മിഥി, അവൾക്കിത് അന്നേ പറയാമായിരുന്നു. എന്തിനു വൈകിച്ചു? എന്തായാലും ഇന്ന് രാത്രി എല്ലാം അവളോട് പറയണം. വീടെത്തി. ആനന്ദനൊന്ന് മൂളി. അവൻ ഇറങ്ങി ഉമ്മറത്തേക്ക് കയറിയതും ഭദ്ര ഓടിവന്ന് അവനെ പുണർന്നിരുന്നു. ആനന്ദന് അവളെ മുറുകെ പുണർന്നു. ഒരാൾ വരുന്നുണ്ട്, ഭദ്ര മെല്ലെ പറഞ്ഞതും ആനന്ദൻ നെറ്റി ചൊളിച്ചു. ആര്? ആനന്ദൻ ചോദിച്ചതിന് മറുപടി അവൻ്റെ കൈ അവൾ വയറിനോട് ചേർത്തു. ഇവിടെ. ആനന്ദൻ ആ കൈ ചുട്ടുപൊള്ളുന്ന പോലെ തോന്നി. മറുകൈയിലെ റിസൾട്ട് അവൻ ചുരുട്ടിപ്പിടിച്ചു.